നമസ്കാരം. കൊച്ചപ്പാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ടർക്കി കോഴിയുടെ ഒരു കറിയാണ്. ഞാനിവിടെ ഫ്രോസൺ ആണ് വാങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 5 കിലോ തൂക്കമുണ്ട്. ഇനി അതിനെ മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇന്നിപ്പോൾ ഏതാണ്ട് പകുതിയോളമാണ് ഞാൻ എടുക്കുന്നത്. കറി വെക്കാനും പൊരിക്കാനുമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊലി ഞാൻ നീക്കം ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അത് വേണ്ടവർക്ക് സ്കിന്നിനോട് ചേർത്ത് മുറിച്ചെടുക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് ചേരുവകൾ തയ്യാറാക്കണം. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ സവാള, ഉള്ളി. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നവർക്ക് ചെറിയ ഉള്ളി കൂടി ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ കോഴിക്കറിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ കറിക്കും ആവശ്യമാണ്. ഈ ടർക്കി ചിക്കന് കോഴിയേക്കാൾ കുറച്ചുകൂടി വേവ് കൂടുതലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സാധാരണ കുക്കറിലാണ് വേവിക്കുന്നത്. ഇന്ന് പക്ഷേ അങ്ങനല്ല, ഇന്ന് അടുപ്പിലാണ് വേവിക്കുന്നത്. ഒരു 4-5 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ ഇത് ഓരോ ആളുകളുടെയും കുക്കറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 4 വിസിൽ മതിയാവും. 5 വിസിലിനും ഇത് കോഴി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടപ്പ് തുറന്നു വെച്ച് ഒരല്പസമയം കൂടി വേവിച്ചാൽ മതി, നന്നായിട്ട് വെന്തുകൊള്ളും. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്, കോഴിക്കറിയിലും ചേർക്കാറുണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല. വീഡിയോയിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടുക. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ ഇവിടെ ടർക്കി കോഴി കറിക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റ് ഓയിലുകൾ ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ചൂടാകുമ്പോഴേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സവാളയാണ് ഉപയോഗിക്കുന്നത്, ചെറിയ ഉള്ളി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഈ സവാള ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 3-4 ബേ ലീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കഷ്ണം കറുവാപ്പട്ടയും ഒരു 5-6 ഗ്രാമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിൽ ഒരു 2.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് അടച്ച് വേവിക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ നമുക്ക് ഉള്ളി വെന്ത് വരുന്നത് വരെ നമുക്ക് ഇതിന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഉള്ളി നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിലാവണം. 1-2 മിനിറ്റ് ഇടവേളകളിൽ ഒന്ന് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ കറിവേപ്പില വേണ്ടവർക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലാതുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഇതിവിടെ ഇപ്പോൾ ഏതാണ്ട് തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് ഏകദേശം നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് അടുത്തത് ഞാൻ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. ഇനി ഏകദേശം 2.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം ഈ മുളക് പൊടി ഞാൻ ചേർക്കുന്നത് വളരെ കുറച്ചാണ്. മുളക് പൊടി എനിക്ക് എരിവ് അധികം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ഞാൻ ഏതാണ്ട് 1 സ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കളറ് ഈ കറിക്ക് വളരെ കുറവായിരിക്കും. അതിന് പകരം ഞാൻ എരിവ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
പെപ്പർ ആണ് ചേർത്തിട്ടുള്ളത്, ബ്ലാക്ക് പെപ്പർ. ഇപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടർക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ടർക്കി കോഴി എടുത്ത് ഈ മസാലയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കോഴിയുടെ ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങി വന്നോളും കേട്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരടുപ്പിൽ ഞാനിവിടെ ഇറച്ചി പൊരിച്ചെടുക്കാൻ വേണ്ടി, ഈ ടർക്കി കോഴിയുടെ ഇറച്ചി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടർക്കി ചിക്കൻ ഇട്ട് പൊരിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് ആദ്യം പൊരിച്ചിട്ടുണ്ട്. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടർക്കി ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ എനിക്ക് ഏകദേശം 2 പ്രാവശ്യം പൊരിച്ചെടുക്കാനുള്ള കോഴി കഷ്ണങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതിപ്പോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ പൊരിക്കാനുള്ളത് ഇതിലേക്കിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്തതിന് ഉപയോഗിച്ച മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. വീണ്ടും നമുക്ക് അടുത്ത അടുപ്പിലിരിക്കുന്ന ടർക്കി കോഴിയുടെ കറിയിലേക്ക് വരാം. ഇവിടെ ഞാൻ ടർക്കി കോഴിയുടെ കറി ഏതാണ്ട് ഇറച്ചിയിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചേർത്തത് കുരുമുളക് പൊടിയാണ്, 2 സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ. അതിനുശേഷം 1 സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ വറുത്തു പൊടിച്ച പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇത് 3ഉം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെന്ന വരികിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കാം ഇതിലേക്ക്. നിങ്ങൾക്ക് കറിയുടെ തിക്നെസ് എങ്ങനെ വേണം എന്ന് തീരുമാനിച്ച് നിങ്ങൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിന് വേവ് കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ പറ്റി പോയിക്കൊണ്ടിരിക്കും, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടെ വെള്ളം കുറവുണ്ടോ എന്ന് നോക്കി ഇളക്കി കൊടുത്ത് ഒരല്പം വീതം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഉപ്പിൻ്റെ പാകം നോക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പൊരിക്കാനായി 1/2 കിലോ ഇറച്ചിയാണ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഈ 1/2 കിലോ ഇറച്ചിക്ക് വേണ്ട മസാല കൂട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ വറുത്ത പെരിഞ്ജീരകപ്പൊടി, 1.5 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 നാരങ്ങ നീര്, 2 സ്പൂൺ തൈര്, 2 സ്പൂൺ കോൺഫ്ലോർ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. നന്നായി കുഴച്ച് ഇറച്ചിയിൽ നന്നായി പിടിപ്പിക്കത്തക്ക രീതിയിൽ കുഴച്ച് ഇതിനെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറോ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ നന്നായി ഉപ്പും പുളിയും എല്ലാം ഇതിൽ പിടിക്കും. അപ്പോൾ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അപ്പം തന്നെ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം ടേസ്റ്റ് കുറവുണ്ടാവും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. ടർക്കി കോഴിയുടെ ഈ ഇറച്ചിക്ക് ഒരല്പം വേവ് കൂടുതലുള്ളതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മളിത് പൊരിക്കാനായി ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ തീ വളരെയേറെ കുറയ്ക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് സാവധാനത്തിൽ അത് പൊരിച്ചെടുക്കുക. നന്നായി ഇറച്ചി വേവത്തക്ക രീതിയിൽ ഏറ്റവും ചെറിയ തീയിലാക്കി വേവിക്കുക, പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു വശം വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. അടുത്ത വശം കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ച് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് 2ാം തവണയാണെന്ന് തോന്നുന്നു ഇപ്പോൾ തിരിച്ചിട്ടേക്കുന്നത്. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒരു നിറം വന്നു കഴിയുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. ഇവിടെ കോഴിക്കറി ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്ന കൂടാതെ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. പാകമല്ലെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കോഴിക്കറി വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരല്പം കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇറച്ചി പൊരിക്കുന്നത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് കോരിയെടുക്കാൻ പാകമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കോഴിക്കറി ഏതാണ്ട്
വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായി അരിഞ്ഞത് ഞാൻ ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചോയ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെന്നുള്ള ഒരു ചേർക്കണം നിർബന്ധമില്ല. മല്ലിയില ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്, ഒരു മണമൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മീഡിയം റേഞ്ച് കറിയാണ്. ഇതിൽ അധികം കട്ടിയുള്ള കറിയുമല്ല, എന്നാൽ തീരെ ലൂസായ കറിയുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതല്ല, വെള്ളം കുറച്ചുകൂടി കുറുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ടിയായി തിക്കായ കറി കിട്ടും, അങ്ങനെ ഉണ്ടാക്കാം. ഏതാണ്ട് 2.5 കിലോയോളം തൂക്കം വരും കറിക്ക് എടുത്തിരിക്കുന്ന കോഴിയും പൊരിക്കാനെടുത്തിരിക്കുന്ന കോഴിയും കൂടി ചേർത്ത്. ഇനിയും ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം ബാക്കിയുണ്ട്. അത് അടുത്ത തവണ മറ്റൊരു വിഭവമായി വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ തവണയുള്ളത് പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം കോരി മാറ്റി. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ബാക്കിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബാക്കി വരുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടർക്കി ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് അതുകൂടി പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കായ്പോള ശരിയാക്കിയിട്ടുണ്ട്. കായ്പോള എന്ന് പറയുന്നത് നേന്ത്രക്കായ, പഴുത്ത നേന്ത്രക്കായ മുട്ട ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ്. അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. കാര്യം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഇത് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ കായ്പോളയുടെ റെസിപ്പി ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കായ്പോള ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. അത് ഞാനിപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 2-3 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞിട്ടാണ്. പിന്നെ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഒരു 5 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, ഒരു 3 ഏലക്ക, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വഴറ്റിയെടുക്കാനുള്ള കുറച്ച് നെയ്യ്. കായ്പോള ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായി മൂപ്പിച്ചെടുത്ത് അതിലേക്ക് തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത നേന്ത്രക്കായ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട പാനിലുള്ള നേന്ത്രക്കായയിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചും അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ കായ്പോള റെഡിയായി. ഇപ്പോൾ ദാ ഇവിടെ ടർക്കി കോഴി പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ടർക്കി കോഴി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടർക്കി കോഴിയുടെ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. കായ്പോള വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.